ദിവസം 400 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് 500 രൂപയോളം വാടക കൊടുത്തിട്ടാണ് ഓടുന്നത് അല്ലേ? എന്റെ സ്വന്തം വണ്ടിയാണ്. അങ്ങനെ ഓടുന്ന ഒരുപാട് വണ്ടികളുണ്ട്. വാടക കൊടുത്ത് ഈ പറയുന്ന 500 രൂപയ്ക്ക് ഡീസൽ അടിച്ച് 500 രൂപ വാടകയും കൊടുത്തിട്ട് പോകുന്ന ഒരുപാട് വാഹനങ്ങൾ ഓട്ടോറിക്ഷക്കാരുണ്ട്. ഇപ്പൊ തൃശ്ശൂർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ബ്ലോക്കുകളാണ്. ഓട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് കേട്ടോ? ഇപ്പൊ ഏതാനും ദിവസവും പാർട്ടിപരമായിട്ടുള്ള പരിപാടികളും ഇതൊക്കെ ആയിട്ട് റൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ വേറെ ബ്ലോക്ക്. ഓരോ ദിവസവും ഓരോ പരിപാടികളായിട്ട് റൗണ്ട് ബ്ലോക്ക് വരുന്നുണ്ട്. റൗണ്ടിലേക്ക് ഇവിടെ നിന്ന് ശക്തിന്ന് റൗണ്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഗുരുവായൂർ ഭാഗം പോകാൻ പറ്റുണ്ടോ? ഗുരുവായൂർ ഭാഗത്തിന്റെ കാര്യം പറയണ. പുഴക്കിലേക്ക് കടക്കാനായിട്ട് എത്താനായിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അയ്യന്തോളിന്ന് പടിഞ്ഞാറ കോട്ട അങ്ങോട്ട് കടന്ന അയ്യന്തോള് വഴി കടന്നിട്ട് പുഴക്കിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സമയം. മണ്ണൂത്തിക്ക് പോകാൻ പറ്റും. ഒരു ദിവസം പേരാമംഗലത്തേക്ക് ഒരു വാടക പോയിട്ട് 1 മണിക്കൂറാ കടന്ന പുഴക്കിൽ. 1 മണിക്കൂർ എടുത്തു. 7:15 പേരാമംഗലത്തേക്ക് വാടക എടുത്തിട്ട് പുഴക്കിൽ നിന്ന് പെട്ടിട്ട് 9 മണി കഴിഞ്ഞു പേരാമംഗലത്ത് ദീപം. ഒരൊറ്റ കാര്യമുള്ളൂ, 3/4 മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളില്, അതേപോലെ തന്നെ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് 4-5 മണിക്കൂർ യാത്ര ചെയ്യേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ഓട്ടം കിട്ടുന്നില്ല. കാരണം എന്ന് പറയുകയാണെങ്കിൽ ആൾക്കാര് പർപ്പസ് ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതേപോലെ തന്നെ ആൾക്കാര് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം ഈ ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് ഗവൺമെന്റ് ഈ പണികളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പണികൾ പോകണ്ടേ? ഒരൊറ്റ കാര്യം ആലോചിക്കുക. 1000 രൂപയ്ക്ക് ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ ഇവർക്ക് എത്ര മിച്ചം പിടിക്കാൻ പറ്റും? ഇവിടെ ഈ പണികൾ നടക്കുമ്പോ കടകൾ അടച്ചിടുന്നുണ്ടോ? ആ കടകൾ അടച്ചിടണ്. സ്റ്റാഫിന് കാശ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പത്തെ മറ്റേ ഇവിടെ കുറുപ്പൻ റോഡിൽ അറിയാലോ, മൈജിയുടെ ഷോറൂമിലടക്കം ഇൻസെന്റീവ് കിട്ടാനായിട്ട് വേറെ ഷോറൂമിലേക്ക് പോവേണ്ട രീതിയിലാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കച്ചവടക്കാർക്ക്, ഓട്ടോറിക്ഷക്കാരുടെ കാര്യം പറയണ്ട, അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല പോകുന്നത്. ഒരൊറ്റ കാര്യം പറയാം ഗവൺമെന്റിനോട്, നിങ്ങൾ ഈ ചെലവഴിക്കുന്ന കാശ് പട്ടിണി എടുക്കുന്നവരെ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിക്കുന്നു.